കനത്ത മഴയെ തുടർന്ന് ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാലിലെ വിദ്യാർത്ഥികൾ. മൂന്നാറിൽ നിന്നും ദേവികുളത്തു നിന്നും ചിന്നക്കനാലിലെത്തി പഠിക്കുന്ന കുട്ടികൾ ഗ്യാപ് റോഡ് അടച്ചതോടെ കിലോമീറ്ററുകൾ കൂടുതലായി സഞ്ചരിക്കണം. ദേവികുളം താലൂക്കിൽ മാത്രമായി അവധി പ്രഖ്യാപിക്കുമ്പോഴും പ്രതിസന്ധിയുണ്ട്. കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതയും കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം ദേവികുളം ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ രാത്രിയാത്രയ്ക്കായിരുന്നു നിയന്ത്രണമെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും യാത്ര അനുവദനീയമല്ല. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളുകളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികൾ. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുമായി ഗ്യാപ് റോഡിലൂടെ കടന്നു പോകാനെത്തിയ സ്കൂൾ ബസ് പോലീസ് മടക്കി അയച്ചിരുന്നു. തുടർന്ന് മറ്റൊരു വഴിയെ സഞ്ചരിച്ചാണ് സ്കൂളിൽ എത്തിയത്. ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഉണ്ടാകുന്ന എല്ലാ മഴക്കാലത്തും ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇരട്ടിയിലധികം കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് വേണം കുട്ടികൾക്ക് വിദ്യാലയത്തിലെത്താൻ. ചെറിയ ക്ലാസുകളിലെ കുട്ടികളും ഇത്തരത്തിൽ യാത്ര ചെയ്യണം. മഴ കനക്കുമ്പോൾ ദേവികുളം താലൂക്കിൽ അവധി പ്രഖ്യാപിക്കുകയും ഉടുമ്പൻചോല താലൂക്കിൽ അവധി പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവും വിദ്യാർത്ഥികളെ വലയ്ക്കും. അതേസമയം മണ്ണിടിച്ചിലിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള പാറക്കല്ലുകൾ മഴ കുറയുന്ന മുറയ്ക്ക് മാത്രമേ പൊട്ടിച്ചു നീക്കാനാകൂവെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു. നമ്മുടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഗ്യാപ് റോഡ് അടച്ചിരിക്കുകയാണ്. അവിടുത്തെ അപകട സാധ്യത നിലവിലുള്ളതുകൊണ്ട് മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതിനകത്തൊരു പാറ പൊട്ടിച്ച് നീക്കുന്നതിലും തടസ്സമുണ്ട്. അത് നിലവിൽ NHന്റെ അടുത്ത് ആ പാറ പൊട്ടിച്ച് നീക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് വഴി ആ പാറ നീക്കം ചെയ്യാൻ സാധിക്കില്ല. മഴയൊന്ന് ശമിച്ചതിന് ശേഷം മാത്രമേ ആ പാറ നീക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് NH അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുവരെ നമുക്ക് അതുവഴിയുള്ള വാഹനം നമുക്ക് ഒരു കാരണവശാലും കടത്തിവിടാൻ പാടുള്ളതല്ല. കാരണം അതിനുള്ള കർശനമായിട്ടുള്ള ഡയറക്ഷൻ ബന്ധപ്പെട്ട DYSPക്കും 2 കൺസേൺഡ് SHOമാർക്കും നൽകിയിട്ടുള്ളതാണ്. ആ വഴിയുള്ള യാത്ര ശരിക്കും ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം അപകടം നിറഞ്ഞൊരു ഭാഗം കൂടിയാണത്. നിലവിൽ ദേവികുളം മുതൽ ചിന്നക്കനാൽ പവർ ഹൗസ് വരെയുള്ള ഭാഗത്താണ് യാത്രാ നിരോധനമുള്ളത്.